എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ എല്ലാ തവണയും ഇച്ചിരി സർക്കാസ്റ്റിക് ഒക്കെ ആയിട്ടാണ് സംസാരിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് ഏത് തരത്തിൽ എത്തുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ച് സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാമെന്ന് വിചാരിച്ചു. സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഇവിടെ കൊട്ടിയത്ത് കഴിഞ്ഞ ദിവസം ദേശീയപാത പണിഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് അതിന് ചില വിള്ളലുകൾ വീഴുകയും അത് കവന്ന് വീഴാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ട്. അതൊക്കെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഇത് പല ആൾക്കാരും ന്യൂസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ സംഭവം സംഭവിച്ചത് എൻ്റെ വീടിന് കുറച്ചപ്പുറത്താണ്. ഇവിടുന്ന് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ സാധനം കാണാൻ പറ്റും. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നതിന് കുറച്ച് മുമ്പാണ് ഈ ഒരു സംഭവം അവിടെ ഉണ്ടാകുന്നത്. സോ നമുക്ക് വീട്ടിലേക്ക് വരാൻ പറ്റിയില്ല. ഞാൻ എന്നിട്ട് കറങ്ങി അയത്തിൽ വഴിക്ക് കറങ്ങി ചുറ്റിയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് വന്നത്. ഇതിനകത്ത് ഈ ഒരു റോഡ് പണിയുന്ന സമയത്ത് പല തവണ പല സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. പുതിയ ഈ പണിയുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് കൊല്ലത്ത് തന്നെ പല തവണയായിട്ട് ഇവർ സൈഡിൽ ഇങ്ങനെ കുറേ വിത്തി പോലെ പണിഞ്ഞു വെച്ചേക്കാണ്. ഈ സാധനം പലയിടങ്ങളിലായിട്ട് പൊളിഞ്ഞു വീഴുന്നുണ്ട്. പല ആൾക്കാരും ഈ റോഡിലൂടെ പോകുന്നത് നമ്മുടെ ഗവൺമെന്റ് ഇത് പണിയുന്നു, ഇതിലുള്ളൊരു വിശ്വാസം, ആ പണിയിലുള്ളൊരു വിശ്വാസം, ആ പണിക്കാരിലുള്ളൊരു വിശ്വാസം, ആ എഞ്ചിനീയറിലുള്ളൊരു വിശ്വാസത്തിലാണ് നമ്മൾ ഇതിന്റെ പുറകെ പോകുന്നത്. ഇവിടെ കൊല്ലത്ത് നിങ്ങൾക്കറിയായിരിക്കും, അത്യാവശ്യം വെയിൽ കൂടുതലാണ്. പുനലൂരാണ് കൊല്ലത്ത് ഏറ്റവും, നമ്മുടെ കേരളത്തിലെ ഏറ്റവും വെയിൽ ചൂട് കൂടിയ സ്ഥലങ്ങളിൽ ഒന്ന്. അപ്പോൾ ഈ കൊല്ലം ജില്ലയിൽ ചൂട് ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴത്തേനും പണ്ട് കാലങ്ങളിൽ നമ്മൾ ഇറങ്ങി നടക്കുമ്പോഴത്തേനും ഒരുപാട് മരങ്ങളും ചെടികളും സസ്യലതാദികളും ഒക്കെ നമ്മൾ കാണുമായിരുന്നു. പക്ഷെ ഇന്ന് ഈ പറയുന്ന മരങ്ങളൊന്നും ഇല്ല. അതിന് പകരം കുറേ ബിൽഡിങ്ങുകളും ഇതുപോലത്തെ ഇവന്മാർ പണി വെച്ചേക്കുന്ന കുറേ സൈഡ് വാളുകളുമാണ്. ഒരുപാട് ബൈക്കിന് പോകുന്ന ആളുകൾ വെയിൽ സഹിക്കാൻ പറ്റാതെ ഈ സാധനത്തിന്റെ കീഴെ കൂടെ പോകുന്നുണ്ട്, ഇതിന്റെ ഈ നിഴൽ പിടിച്ചിട്ട്. ഞാനും അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സമയത്താണ് ഇത് വീഴുന്നതെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ആളുടെ ജീവൻ പോകും എന്നുള്ളതല്ലാതെ. അതായത് ഈ ഒരു ദേശീയപാത പണി തുടങ്ങിയപ്പോഴത്തേനും പലയിടങ്ങളിലായിട്ട് ഇത് പൊളിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊല്ലത്ത് തന്നെ ഞാനിപ്പോൾ പറഞ്ഞാൽ തന്നെ പലയിടത്തായിട്ട് ഈ സാധനങ്ങളൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട്. ഇത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പേ ഓൾറൗണ്ട് കൺസ്ട്രക്ഷൻ ഇതുപോലെ ഇതിങ്ങനെ പണിയാൻ നിൽക്കത്തില്ല എന്ന് പണി അറിയാവുന്നൊരുത്തം പറയുകയും അത് ഇവർ ചെവി കൊള്ളാതിരിക്കുകയും ഈ സാധനം എല്ലാം കൂടെ പൊളിഞ്ഞു വീഴുകയും ചെയ്തു. ഇപ്പോഴും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അശാസ്ത്രീയമായ രീതിയിലാണ് ഇത് പണിയുന്നത്. ഇത് ബേസിക്കലി സെൻട്രൽ ഗവൺമെന്റ് ആണ് ഈ സാധനം ചെയ്യുന്നതെന്നാണ് എൻ്റെ ഒരു ചെറിയ അറിവ്. സെൻട്രൽ ഗവൺമെന്റ് ഈ സാധനം ചെയ്യുമ്പോഴത്തേനും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഓരോ സ്ഥലങ്ങൾക്കും ആ സ്ഥലത്തിൻ്റെതായ ഒരു ജിയോഗ്രഫി ഉണ്ട്, ഒരു ഭൂമിശാസ്ത്ര ഘടനയുണ്ട്. അത് നോക്കിയിട്ട് അവിടെ ഈ കൺസ്ട്രക്ഷൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇവിടെ പലയിടങ്ങളും വയൽ നികത്തിയതാണ്, അല്ലെങ്കിൽ അതിൻ്റെ അടിയിലൂടെ ജലത്തിൻ്റെ ഓട്ടം ഉള്ളതാണ്. അങ്ങനെ പല പ്രശ്നങ്ങളുണ്ട്. ഇതിൻ്റെ ഒന്നും സാങ്കേതികത്വം നോക്കാതെ ഇവര് നേരെ ഇങ്ങനൊരു പാലം അങ്ങ് പണിയുന്നു, ഇങ്ങനൊരു റോഡങ്ങ് പണിയുന്നു എന്ന് പറഞ്ഞിട്ട് സംഭവം ചടപട പണിയുവാണ്. അപ്പോൾ ആ ഒരു നിലത്തിൽ ഈ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ ഇരിക്കാനുള്ള കെൽപ്പ് അതിനുണ്ടോ എന്നിവരാരും നോക്കുന്നില്ല. ഇനി നമ്മൾ മെയിനായിട്ടൊരു സംഭവം നോക്കുമ്പോഴത്തേനും സെൻട്രൽ ഗവൺമെൻറ് പറയും ഇത് ഞങ്ങളാണ് പണിഞ്ഞതെന്ന്, സ്റ്റേറ്റ് ഗവൺമെൻറ് പറയും ഞങ്ങളാണ് ഇത് സ്ഥലം കൊടുത്തത്, ഞങ്ങളാണ് ഇത് ചെയ്തതെന്ന്. ഈ സാധനം പൊളിഞ്ഞ വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്തെങ്കിലും ദുരന്തം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയും ഞങ്ങൾക്കിനകത്തൊന്നും ചെയ്യാനില്ല, അതോ അവന്മാരാണെല്ലാം. അവരോട് ചോദിച്ചാൽ പറയും നമുക്കിതൊന്നും അറിയത്തില്ല, ഇത് അവരാണതെല്ലാം ചെയ്തത്. ശരിക്കും നമുക്ക് ഈ റോഡ് ആരാ തരുന്നത്? ഈ റോഡ് നിങ്ങളിൽ ആരാ പണിയുന്നത്? സെൻട്രൽ ഗവൺമെൻറ് ആണോ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ? ആർക്കാണ് ഇതിൻ്റെ ക്രെഡിറ്റ് വരേണ്ടത്? ഈ പണിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വികസനം വരുമ്പോൾ നിങ്ങൾ ക്രെഡിറ്റ് എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ അത് പൊളിഞ്ഞു വീഴുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി കൂടെ എടുക്കാൻ നിങ്ങൾ തയ്യാറാകണം. അല്ലാതെ ആരാൻ്റെ കൊച്ചിന് തന്തയാകാൻ നടക്കരുത്. ഓക്കെ, നമുക്കിനി ഈ സാധനമായിട്ട് ബന്ധപ്പെട്ട് ഒരു 1-2 ട്രോള് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ആദ്യത്തെ ട്രോള്, ഈ റോഡ് പണിത് തുടങ്ങിയ സമയത്ത് നമ്മുടെ മറ്റേ മന്ത്രി, ടൂറിസം മന്ത്രി, അദ്ദേഹം പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. റിവ്യൂ യോഗങ്ങൾ നടത്തിയിരുന്നു. ഏറ്റവും അവസാനം നടന്ന റിവ്യൂ യോഗം ഈ നവംബർ മാസം 1-നായിരുന്നു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയും സംസ്ഥാന സർക്കാരും ഒരു ടീമായി നിന്ന് നടത്തിയ ഇടപെടലാണ്. സംസ്ഥാന ഗവൺമെന്റും നാഷണൽ റോഡും ടീമായിട്ട് ചെയ്ത സാധനമാണ്. അപ്പൊ പൊളിഞ്ഞു വീണതിനകത്ത് നമുക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ബാക്കി ഇപ്പോ ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായി മാറിയിട്ടുണ്ട്. കൊല്ലം കൊട്ടിയത്ത് ദേശീയപാത ഇടിഞ്ഞ് സർവീസ് റോഡും തകർന്നു. സ്കൂൾ ബസ് അടക്കം 4 വാഹനങ്ങൾ സർവീസ് റോഡിലുണ്ടായ വിള്ളലിൽ അകപ്പെട്ടു. ഇതിനകത്ത് ഇത് കമ്മ്യൂണിസ്റ്റുകാരെ ട്രോളുന്നൊരു ട്രോളാണ്. ഇതിനകത്ത് കമ്മികൾ എന്നൊക്കെ വരുന്നുണ്ട്. ഇത് നിങ്ങൾ കാര്യമായിട്ട് എടുക്കണ്ട. ഇത് കമ്മികളായാലും കൊങ്ങികളായാലും ഇനിയും മറ്റേ പുള്ളികളായാലും എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഒരു നല്ലത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്തത്, ഒരു മോശം വന്നു കഴിഞ്ഞാൽ അവർ ചെയ്തത് പോയി അവരോട് ചോദിക്കും. ഈ സെറ്റപ്പാണ് എല്ലാവരും ചെയ്യുന്നത്.
ഇനി ഇതുപോലെ തന്നെ നമ്മുടെ ഈ മന്ത്രി പറയുന്ന ടൂറിസം മന്ത്രി പറയുന്ന റിയാസ് സാർ പറയുന്ന ഒരു ചെറിയ ഭാഗം കൂടെ ഞാൻ കേൾപ്പിക്കാം. ദേശീയപാത വികസനത്തിൽ എന്താണ് പങ്ക് എന്ന് നമുക്കറിയാം. അതിൽ എല്ലാ നിലയിലും സംസ്ഥാന സർക്കാർ നടത്തിയ ഇടപെടലുകൾ. എല്ലാ നിലയിലും സംസ്ഥാന ഗവൺമെന്റ് ഇടപെടൽ നടത്തിയിട്ടുണ്ട്, മനസ്സിലായല്ലോ അല്ലേ? ബാക്കി പറ. കേരളത്തിന്റെ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് യോഗങ്ങൾ ഇടയ്ക്കിടെ നടത്തി. മുഖ്യമന്ത്രി ഇടക്കിടക്ക് യോഗം നടത്തിയിട്ടുണ്ട് നമ്മുടെ ഈ റോഡുമായിട്ട് ബന്ധപ്പെട്ട്, നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട്. എല്ലാ നിലയിലും മാതൃകാപരമാണെന്ന് എത്രയെത്ര പേർ സൂചിപ്പിച്ചു. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള ഹിന്ദു പത്രം എഴുതി NH-66 പ്രവൃത്തി കർണാടകയിൽ ഒച്ചിന്റെ വേഗത്തിലാണ്, എന്നാൽ കേരളത്തിൽ അതിവേഗം നടക്കുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിന്റെ മാതൃകാപരമായ ഏകോപന നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ള ഇടപെടലാണ് എന്ന് ചൂണ്ടി. ഏകോപന നിശ്ചയദാർഢ്യത്തോടെ കർണാടകയിൽ എഴഞ്ഞു പോകുന്നു, ഇവിടെ സ്പീഡിൽ പണിഞ്ഞ് പൊളിച്ചിടുന്നു. കർണാടക പൊളിഞ്ഞു പോകണമെന്ന് എനിക്കറിയത്തില്ല, അതായത് ഇവിടെ പൊളിഞ്ഞു വീഴുന്നുണ്ട്, അവിടെ ഇവിടെ എല്ലാം പൊളിഞ്ഞു വീഴുന്നുണ്ട്. NHAI പറഞ്ഞു സംസ്ഥാന സർക്കാർ ഇതിൽ നടത്തുന്ന ഇടപെടൽ ഒരു ടീം വർക്ക്, അത് മറ്റൊരു സംസ്ഥാനത്തും കാണാൻ പറ്റാത്തതാണ്. കേന്ദ്രമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ഇതേ നിലപാട് നിരവധി തവണ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ അവലോകന യോഗങ്ങൾ പല പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് സഹായകരമായി മാറി. NHAI തന്നെ ഇത് പരസ്യമായി പല ഘട്ടത്തിലും പറഞ്ഞിട്ടുണ്ട്. ഫീൽഡ് വിസിറ്റ് സംസ്ഥാനത്തെ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ ചർച്ച ചെയ്യുന്നതിന് നാഷണൽ ഹൈവേ അതോറിറ്റിയോടൊപ്പം നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ് നടത്തിയിട്ടുണ്ട്. നിരവധി തവണ പൊതുമരാമത്ത് വകുപ്പ്, അതായത് PWD, അവരും ഈ സാധനത്തിനകത്ത് ഭയങ്കരമായിട്ട് കൈകോർത്ത് പ്രവർത്തിക്കുന്നു എന്നാണ് നമ്മുടെ ടൂറിസം മന്ത്രി ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സാധനം പൊളിഞ്ഞു വീണു. പൊളിഞ്ഞു വീണതിലേക്ക് നമുക്ക് വരാം. പൊളിഞ്ഞു വീണതിന് ശേഷം അല്ലെങ്കിൽ നമുക്ക് പൊളിഞ്ഞു വീഴുന്നത് തന്നെ കാണാം. പൊളിഞ്ഞു വീഴുന്നത് കണ്ടിട്ട് നമുക്ക് നിലവിലെ സാഹചര്യത്തിലേക്ക് ഒന്നുകൂടെ നീക്കി നോക്കാം. ആദ്യം നമുക്ക് പൊളിഞ്ഞു വീണത് കാണാം. ഈ ചതുപ്പ് പ്രദേശത്തിലെ നിർമ്മാണ പ്രവർത്തനം നടത്തിയിരിക്കുന്നത് എങ്ങനെ? മണ്ണിട്ട് നികത്തി ഈ സാമാനം കണ്ടോ, ഈ കട്ടകട്ടായിട്ടിരിക്കുന്നത്, ഇത് ഇടക്കിടയ്ക്ക് പൊളിഞ്ഞ് റോഡിലേക്ക് വീഴാറുണ്ട് ഈ ഒരു പ്രദേശങ്ങളിലെല്ലാം. ഇതിന്റെ എല്ലാം നടുക്ക് ഇവന്മാരൊരു ഇത്രയുള്ളൊരു മറ്റേ നമ്മൾ ഈ ആപ്പ് വെക്കുന്ന ഒരു സാധനം വെക്കുന്നുണ്ട്. ഇതിനൊന്നും എനിക്ക് മനസ്സിലായില്ല. ആ ആപ്പ് പൊളിഞ്ഞ് വീഴുമ്പോഴാണ് ഇതെല്ലാം കൂടെ ആപ്പാകുന്നതെന്നും എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ ആപ്പ് വെക്കാറുണ്ട്. ഇതിന്റെ തണൽ പിടിച്ചിട്ട് ഒത്തിരി ആൾക്കാർ പോകുന്നതുകൊണ്ട് കേട്ടോ. ആൾക്കാർ മാത്രമല്ല, നടന്നും ചില ആൾക്കാർ പോകുന്ന കാണാം, ചില മൃഗങ്ങൾ ഇതിന്റെ തണൽ പിടിച്ച് പോകുന്ന കാണാം. ഇത് എല്ലാ ഒരു ജീവനും റിസ്ക് ആയിട്ടാണ്. അതായത് നമ്മുടെ യാത്ര സുഗമമാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് പണിഞ്ഞിട്ട് മനുഷ്യന്റെ ജീവിതം ഒന്ന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ സുഗമമാക്കുന്ന ഒരു സാധനമാണ് ഇപ്പൊ ഇവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അടുക്ക് പോലുള്ള കട്ടകൾ അടുക്കിയാണ് കൊണ്ടുപോയേക്കുന്നത്. കൊച്ചു കുട്ടികൾക്കറിയാം ചതുപ്പിന് മേളിൽ മണ്ണിട്ടാൽ അത് അടികൊണ്ടിരുത്തുമെന്ന്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഓക്കെ, ഇതാണ് അവിടെ പറഞ്ഞു കിടന്ന സാധനം. ഇനി ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ കൊട്ടാരക്കരയുള്ള നമ്മുടെ MLA ആണ് ഇപ്പോഴത്തെ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ, നമ്മുടെ സാമ്പത്തികമൊക്കെ ഡീൽ ചെയ്യുന്ന മിനിസ്റ്റർ. കൊട്ടാരക്കരയിൽ നിന്ന് ജയിച്ച അദ്ദേഹമാണ് അയ്യോ പുള്ളിയുടെ പേര് പറഞ്ഞല്ലോ, എന്തെങ്കിലും. അപ്പോൾ നമ്മുടെ ഈ MP അല്ലെ MLA വന്നിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ട് ഈ ഒരു സാധനം നോക്കുന്നുണ്ട്. പക്ഷെ എന്നാലും പുള്ളിയുടെ പേര് പറഞ്ഞല്ലോ, വോട്ടൊക്കെ ചെയ്താണല്ലോ. അതായത് നമുക്ക് പുള്ളി പറയുന്നൊന്ന് കേൾക്കാം. ഡിസൈനിന്റെ പ്രശ്നമായിരിക്കണം എന്നുള്ളത് യാതൊരു സംശയമില്ല. ഡിസൈനാണ്. ഇന്നലെയാണ് അത് പൊളിഞ്ഞു വീഴുന്നത് ഡിസൈനിന്റെ പ്രശ്നമാണ്. കിട്ടി, ഡിസൈൻ്റെ പ്രശ്നം ഇത് ഡിസൈനിന്റെ പ്രശ്നം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരി, ബാലഗോപാൽ, ഞാൻ പേര് മറന്നുപോയത് കേട്ടോ. അതിന്റെ പേര് ട്രോൾ ഉണ്ടോ? ബാലഗോപാൽ, നമ്മളെ സ്വന്തം ആള്. പറ. ലാൻഡ് അക്വിസിഷൻ അല്ലാതെ നമുക്ക് സംസ്ഥാന സർക്കാരിന് ഒരു ബന്ധമില്ലെന്നാണ് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത്. നമ്മുടെ ടൂറിസം മിനിസ്റ്റർ പറയുന്നത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് റിവ്യൂ നടത്താറുണ്ട്, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി പരിശോധിക്കാറുണ്ട്. ഇതിന്റെ ഫുൾ ക്രെഡിറ്റ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നതാണ്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണല്ലോ ഈ സാമാനം മൊത്തം നടക്കുന്നത്. മുഖ്യമന്ത്രിക്ക് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ടു നോക്കാം. താഴ്ന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പൊ നമ്മൾ ദേശീയപാതയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് എല്ലായിടങ്ങളിലും വിശകലനങ്ങളൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ ഒരു നിർമ്മാണത്തിലെ ഒരു അപാകത, അത് സംസ്ഥാനത്തിന്റെ ഒരു മേൽനോട്ടം കൂടി വരേണ്ടതല്ലേ? അതിന്റെ നിർമ്മാണ കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത് നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെയാണ്. തൽക്കാലം അതൊന്ന് കേരളത്തിലെ ഗവൺമെന്റ് പ്രതിക്കിടാം എന്നൊരു താല്പര്യത്തിന്റെ ഭാഗമാണ് ഈ ചോദ്യമെന്ന് മനസ്സിലായി.
അയ്യോ കേരളത്തിന്റെ ഗവൺമെന്റ് പെടലിക്കോട്ട് ഇടുന്നതല്ല, കേരളത്തിന്റെ ഗവൺമെന്റ് ആണ് അവിടെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ തോളത്തോട്ട് വെച്ചോ, ഞാൻ ചുമന്നോളാന്ന് പറഞ്ഞുകൊണ്ട് തോള് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ട് അതിനെന്തെങ്കിലും ഒരു പ്രശ്നം മാറ്റുമ്പോഴത്തേനും തോള് നൈസിനങ്ങ് മാറ്റി കൊടുക്കും. ഇത് ഞാൻ LDF സർക്കാരിനെ അല്ല പറയുന്നത്, അവിടെ UDF സർക്കാരാണെങ്കിലും ഇത് തന്നെയാണ്. ഏതായാലും കുറെ നാളുകൾക്കുള്ളിൽ BJP ഇവിടെ ഭരണം പിടിക്കാനുള്ള സാധ്യതയില്ല. ഭരണം പിടിച്ചാൽ അവർ ഇത് തന്നെയാണ് ചെയ്യാൻ പോകുന്നത്. നല്ലതുണ്ടെങ്കിൽ നമ്മൾ ചെയ്തത്, മോശമാണെങ്കിൽ അത് സെൻട്രൽ ഗവൺമെന്റ് ചെയ്തത്. ഇത് പല തവണ നമ്മൾ ഈ സാധനം കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇവിടെ മറ്റേ റേഷൻ കടയിൽ അരി കൊടുക്കുന്ന സീനിനകത്ത്, കിറ്റ് കൊടുക്കുന്ന സീനിനകത്ത് നമ്മളിത് കണ്ടിട്ടുണ്ട്. അവർ പറയും ഞങ്ങളാ തന്നെന്ന്, ഇവർ പറയും ഞങ്ങളാ തന്നെന്ന്. നല്ലൊരു വികസനത്തിന്റെ റോഡ് വന്നു കഴിഞ്ഞാൽ അവർ പറയും അവരാ തന്നെന്ന്, ഇവർ പറയും ഇവരാ തന്നെന്ന്. നമുക്കിതൊന്നും അറിയാൻ പാടില്ല. ശരിക്കും നിങ്ങൾ ഒരാള് ശരിക്കും ഇതൊക്കെ തരുന്ന ആരാ? അപ്പൊ നിങ്ങൾ അതിന്റെ റെസ്പോൺസിബിലിറ്റി കൂടെ ഏറ്റെടുക്കണമെന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ബാക്കിയേക്കാം. പക്ഷെ വഴിയില്ല. കാരണം പറയട്ടെ അതിനൊരു വഴിയുമില്ല. കാരണം എല്ലാ കാര്യങ്ങളും നിർവഹിക്കുന്നത് അവരാണ്. അതിനവർക്ക് കൃത്യമായ സംവിധാനങ്ങളുമുണ്ട്. ആ സംവിധാനത്തിൽ ചില പാളിച്ചകൾ പറ്റുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിന്റെ അനുഭവമായി വന്നിട്ടുള്ളത്. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അല്ല, ഇതൊക്കെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. കാരണം അതിലൂടെ പോകുന്നത് നമ്മുടെ കേരളത്തിലുള്ളവരാണ്. അപ്പൊ അതുകൂടി നമ്മൾ കൂടി പരിഗണിക്കേണ്ടതല്ലേ ഈ കാര്യം? നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല അതിനകത്ത്. നമുക്കെന്താ ചെയ്യാൻ കഴിയുക? നിങ്ങൾ വർക്ക് നടത്തണ്ടെന്ന് പറയും. അല്ല, അതിന്റെ സാധാരണഗതിയിൽ ഒരു റോഡ് നിർമ്മിക്കുമ്പോൾ ആ റോഡ് നിർമ്മിക്കുന്നതിന്റെ ഡിസൈൻ തൊട്ട് തുടങ്ങുന്ന കാര്യങ്ങൾ, അതിന്റെ കാര്യങ്ങളെല്ലാം നിർവഹിക്കേണ്ടത് നാഷണൽ ഹൈവേ അതോറിറ്റിയാണ്. അവരത് കൃത്യമായി നിർവഹിക്കേണ്ടവരാണ്. അതിനകത്ത് നമ്മുടെ നാട്ടിലെ പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. പൊതുമരാമത്ത് വകുപ്പിന് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പറയുന്നത്. മുമ്പേ വന്നിട്ട് പുള്ളിക്കാരൻ വന്ന് പറയുന്നു, പൊതുമരാമത്തിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പോയി ഇതിന്റെ നീളവും അളവും തൂക്കവും എല്ലാം നോക്കിയിട്ടാണ് ഈ സാധനം പണിയുന്നത്. ഇത് ശരിക്കും ഈ ഗവൺമെന്റിന്റെ പാളിച്ചാണ്, സമ്മതിച്ചു കൊടുക്കണം. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് നിങ്ങൾ ഏറ്റെടുക്കണം, സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് നിങ്ങൾ ഏറ്റെടുക്കണം. രണ്ടുപേരും കൂടെ ഒന്നിച്ചേറ്റെടുത്തോ. ക്രെഡിറ്റ് വരുമ്പോൾ രണ്ടുപേരും കൂടെ എടുത്ത് വെക്കുന്നില്ലേ? ഇത് എല്ലാ സാധനവും ഞാൻ ഈ രാഷ്ട്രീയ പ്രവർത്തകരോടാണ് പറയുന്നത്. നിങ്ങളെ നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നതാണ്. വോട്ട് ചെയ്ത് ജയിപ്പിച്ചു വിടുന്നത് നിങ്ങൾ എന്തായാലും നിങ്ങൾ കുറെ പേര് കക്കണ്ടാന്ന് നമ്മൾ പറഞ്ഞാൽ കക്കാതിരിക്കാനൊന്നും പോകുന്നില്ല, കട്ടോളൂ. പക്ഷെ കക്കുന്നതിന്റെ കൂട്ടത്തിൽ ജനങ്ങൾക്ക് ഗുണമുള്ള സാധനങ്ങൾ കൂടെ ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് പണിതിട്ട് അത് നന്നായിട്ട് നല്ല ക്വാളിറ്റി പണിഞ്ഞിട്ട് അതിൽ നിന്ന് കുറച്ച് പൈസ അടിച്ചോണ്ട് അങ്ങ് ആർക്കും ഒരു പ്രശ്നമില്ല. ഇത് റോഡിന്റെ ടാറ് മാത്രം ഇടും, ഇവിടെ ഇടേണ്ട പൈസയും അടിച്ചോണ്ട് പോകും. ഇതാണ് സാധനം. ഈ റോഡിന് ഇവർ അടിച്ചോണ്ട് പോയി നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അതാണ് നോർമലി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സാധനം. എന്തായാലും കൊള്ളാം. കൊല്ലത്ത് ഇനി അടുത്ത എവിടെ പൊളിഞ്ഞു വീഴാൻ പോകുന്നതെന്ന് നമുക്ക് കണ്ടറിയാം. അപ്പം ബാക്കി നമുക്ക് ഇതിന്റെ ക്വാളിറ്റിയെ കുറിച്ചൊക്കെ സംസാരിക്കാം. എന്തായാലും കൊള്ളാം, നല്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തൂ. ഇത്തവണ അതാണ്ട് ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് വോട്ട് വരുന്നുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചിട്ട് നല്ല കഴിവും ബോധവും പോക്കണവും ഒക്കെ ഉള്ള നല്ലൊരുത്തിന് വോട്ട് കൊടുക്കാൻ ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പം മറ്റൊരു കേട്ടോ വരുന്നവരെ.